വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HSST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ് ചെയ്യുന്നത്. HSST കോമേഴ്സിൽ വരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, ഈ സബ്ജക്റ്റിൽ വരുന്ന ഒരുപാട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, 100-ലധികം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റിൽ നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 30 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസറും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം പ്രയോജനപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫിനാൻസ് കംസ് ഫ്രം ഓൾഡ് ഫ്രഞ്ച് വേർഡ് ഫൈൻ, ദാറ്റ് മീൻസ് ടു പേ, സെറ്റിൽ ഓർ ഫിനിഷ്. Next, second question: approaches of finance. First approach: providing funds needed by the enterprise. Second approach: management of flow of money. Third approach: effective utilization of funds. അപ്പോൾ 3 approaches of finance എന്ന് പറയുമ്പോൾ പ്രൊവൈഡിങ് ഫണ്ട്സ്, മാനേജ്മെൻറ്റ് ഓഫ് ഫ്ലോ ഓഫ് മണി, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. തേർഡ് ക്വസ്റ്റ്യൻ: ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. Profit maximization, wealth maximization. These are the objectives of financial management. Do you know the financial management decisions? Which are the financial management decisions? Investment decision, financing decision, dividend decision. Fourth question: capital expenditure decision to invest its current available funds in long-term activities is known as capital budgeting. The period within which the entire amount of investment will be received back is called payback period. A project involves a cash outlay of rupees 10 lakh and generate cash inflow rupees 2 lakh annually for 7 years. Calculate payback period. ഇതാണ് ക്വസ്റ്റ്യൻ. പേ ബാക്ക് പീരിയഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 10 lakh ഡിവൈഡഡ് ബൈ 2 lakh ചെയ്താൽ നമുക്ക് 5 years ആണ് പേ ബാക്ക് പീരിയഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, പേ ബാക്ക് പീരിയഡ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. Next question: the cost of project is rupees 1 lakh and cash inflow first year 10,000, second year 15,000 and third year rupees 25,000, fourth year rupees 30,000 and fifth year 30,000. Calculate payback period. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് നമ്മുടെ പ്രൊജക്റ്റ് നമുക്ക് കവർ ചെയ്യുക എന്നുള്ളതാണ് ഈ പേ ബാക്ക് പീരിയഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് കവർ ചെയ്യുക എന്നുള്ളതാണ് പേ ബാക്ക് പീരിയഡ് എന്ന ആ ഒരു പീരിയഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൊത്തം കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ നമ്മൾ 10,000 പ്ലസ് 15,000 പ്ലസ് 25,000 പ്ലസ് 30,000 നമ്മൾ അക്സെപ്റ്റിംഗ് 5th ഇയർ ചെയ്യുമ്പോൾ 80,000 കിട്ടും. 5th ഇയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് ആവും, 1 lakh-നേക്കാൾ. അതുകൊണ്ട് നമ്മൾ 4 year പ്ലസ് നമുക്കിനി എത്രയാണ് ബാലൻസ് ഉള്ളത്, 80,000 കഴിഞ്ഞ് 1 lakh-ലേക്ക് 20,000 ഡിവൈഡഡ് ബൈ നമ്മുടെ ലാസ്റ്റ് ഇയർ ക്യാഷ് ഇൻഫ്ലോ, ദാറ്റ് ഈസ് 5th year 30,000. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീരിയഡ് ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പേ ബാക്ക് പീരിയഡ് കിട്ടുന്നത്. അതായത് 4 year 8 months ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് മെഷർ ദ ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം ജനറേറ്റഡ് ബൈ എ പ്രൊജക്റ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്? അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഇൻവോൾവ് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്സ്, ഇൻഫ്ലുവൻസ് ബിസിനസ് റിസ്ക്, ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. Capital budgeting deals with long-term decisions. For calculating payback period, we take profit before depreciation after tax. അതായത് പേ ബാക്ക് പീരിയഡ് കാണാൻ നമ്മൾ ബിഫോർ ഡിപ്രിസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ് യൂസ് ചെയ്യുന്നത്, മറന്നു പോകരുത്. അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആഫ്റ്റർ ടാക്സ്. Next question.
എ റുപ്പി ഇൻ ഹാൻഡ് ഈസ് മോർ വാല്യുബിൾ ദാൻ എ റുപ്പി റിസർവ്ഡ് ഇൻ ഫ്യൂച്ചർ. കേട്ടില്ലേ നിങ്ങൾ? വിച്ച് ടെക്നിക്ക് ഈസ് ബേസ്ഡ് ഓൺ ദിസ്? ഏത് ടെക്നിക്കാണ് നമ്മൾ ഈ ഒരു ഇത് ബേസ് ചെയ്ത് വരുന്നത്? ഏതാണ്? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരിയഡ് കാൽക്കുലേറ്റ്. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരിയഡ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഇറ്റ് വിൽ ടേക്ക് ടു ബ്രേക്ക് ഈവൻ from the undertaking initial expenditure. Next question, the difference between present value of cash inflows and present value of cash outflows is known as net present value. The ratio of present value of cash inflows to the present value of cash outflows is known as profitability index. Next question, profitability index is also known as benefit cost ratio. The rate of return at which total present value of future cash inflows equal to initial investment. Internal rate of return. Variation between actual return and estimated return is known as risk. Next question. 3 assumptions are there in modern statistical techniques: pessimistic cash inflow, most likely cash inflow, optimistic cash inflow. Next question, cost of capital also known as cut-off rate, target rate, hurdle rate. Payment of interest and debentures, bonds or loans from a financial institution is known as cost of debt. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണാനുള്ള ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. എ ലിമിറ്റഡ് ഇഷ്യൂ 10% പെർപെക്ച്വൽ ഡിബെഞ്ചേഴ്സ് ഓഫ് ₹100 അറ്റ് ₹90, ടാക്സ് റേറ്റ് 50%, കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണാനുള്ള ഫോർമുലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് നമുക്കറിയാം 10 × 1 - ടാക്സ് റേറ്റ് 0.50 ഡിവൈഡഡ് ബൈ 90 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കിട്ടും. 5.56% ആണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, XYZ ഇഷ്യൂ 10% പെർപെക്ച്വൽ ഡിബെഞ്ചേഴ്സ് ഓഫ് ₹100 അറ്റ് എ പ്രീമിയം ഓഫ് 10%, ടാക്സ് റേറ്റ് 50%, കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആഫ്റ്റർ ടാക്സ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, പക്ഷേ പ്രീമിയം ആയതുകൊണ്ട് നമ്മൾ 100 + 10% ചെയ്യുമ്പോൾ 110 ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ 10 × 1 - ടാക്സ് റേറ്റ് 0.50 × 100 + 10 110 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4.55% ആണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനാലിസിസ് ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ EBIT ഓൺ ഫേംസ് EPS ഡ്യൂ ടു യൂസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ബിയറിംഗ് സോഴ്സസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫിനാൻഷ്യൽ ലിവറേജ്. It is calculated as EBIT divided by EBT. The ability of the firm to use fixed cost asset or funds in order to increase return to shareholders is known as leverage. Next question, sales ₹2 lakh, contribution ₹1 lakh, fixed cost ₹60,000, variable cost 1 lakh, interest ₹20,000. Calculate financial leverage. ഫിനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, EBIT ഡിവൈഡഡ് ബൈ EBT ആണ്. ഇവിടെ EBIT നമുക്ക് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. 1 lakh - 60,000 40,000. ദെൻ EBT നമുക്ക് എങ്ങനെ കാണാം? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് EBTയും കിട്ടും. അതിനുശേഷം നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് കാണാം. 40,000 ഡിവൈഡഡ് ബൈ 20,000 2. Next question, operating leverage measures the degree to which a firm or project can increase operating income by increasing revenue. Operating leverage equal to contribution divided by EBIT. Sales ₹15 lakh, variable cost 60%, fixed cost 3,60,000. Find operating leverage. Operating leverage is calculated as contribution divided by EBIT. കോൺട്രിബ്യൂഷൻ 15 lakh മൈനസ് 9 lakh 6 lakh ആണ് നമുക്ക് കിട്ടുന്നത് കോൺട്രിബ്യൂഷൻ. ദെൻ EBIT മൈനസ് കോൺട്രിബ്യൂഷൻ ചെയ്താൽ നമുക്ക് 2,40,000 ആണ് കിട്ടുന്നത്. എന്തായിട്ട് വരുന്നത്? EBIT മൈനസ് കോൺട്രിബ്യൂഷൻ
നമുക്ക് കിട്ടുന്നത് എന്താണ്? ആൻസറായിട്ട് നമുക്ക് വരുന്നത് 2,40,000 ആണ് EBIT കിട്ടുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് ലിവറേജ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT 6 lakh ഡിവൈഡഡ് ബൈ 2,40,000 2.5. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൈൻഡ് ലിവറേജ്. എന്താണ് ഈ കമ്പൈൻഡ് ലിവറേജ്? എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് taxable income. How we can calculate combined leverage? Contribution divided by EBT ആണ്. അപ്പോൾ EBT നമുക്കറിയാം കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ഇൻട്രസ്റ്റ് ചെയ്താലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ലിവറേജസ് പഠിച്ചു? ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ കാണുന്നത് EBIT ഡിവൈഡഡ് ബൈ EBT ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ്. പിന്നെ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നൊരു 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ FM-ൽ. ഇനിയും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രയോജനപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്